ഇത് അമേരിക്കയോ യൂറോപ്പോ അല്ല, ഇത് ഭാരതമാണ്. നിങ്ങളുടെ ഈ സൈലൻസ് അല്ല എനിക്ക് വേണ്ട ആൻസർ. ഇന്ന് 7:30 മണിക്ക് അവരുടെ രണ്ടാമത്തെ ബ്രേക്കിംഗ് ഇന്റർവ്യൂ എയർ ചെയ്യും. ഇതിൽ വാർത്തയുടെ എത്തിക്സ് ഒന്നും നോക്കണ്ട, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്താണ് സാർ ഇന്ന് നമ്മുടെ ന്യൂസ് ട്രാക്ക് ഡിസ്കഷൻ? നമസ്കാരം, ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം, സുരക്ഷാ വീഴ്ചയെന്ന് പ്രതിപക്ഷം. കാശി മുടക്കിയവർക്ക് ലാഭമാണ് വേണ്ടത്. അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ പറയത്തുള്ളൂ. ഇന്നത്തെ TV വാർത്തയാണ് നാളത്തെ പത്രം. ഇത് ബെറ്റ് ജേർണലിസത്തിന്റെ കാലമാണ്. ആരോപണം ആദ്യം, വിശദീകരണം രണ്ടാമത്. അതെ, ഈ കൊന്തയെല്ലാം നാക്കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കരുത്. തനിക്കൊരു ധാരണ ഉണ്ടാവും, താനാണ് ഈ ചാനലിന്റെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ. ചന്ദ്രപ്രകാശോ, നിന്റെ പ്രകാശമൊക്കെ പോയല്ലോ. ചന്ദ്രപ്രകാശിനെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും. നിന്നെ ആ കുറിപ്പെടുത്ത് പൊരിച്ചെന്ന് പറഞ്ഞത് ശരിയാണ്. എടാ, 2 കിട്ടില്ല സ്റ്റോറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. സാറേ, സ്റ്റോറി കിട്ടണമെങ്കിൽ റിപ്പോർട്ടർമാർക്ക് ശമ്പളം കൊടുക്കും. നിനക്ക് ശമ്പളം തരുന്നതിനെ അനുസരിക്കാൻ വണ്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കും. തോളി കൈയിടാൻ. ഏതാ കോപ്പയാന്ന് അറിയാൻ പാടില്ലാത്ത നമ്മൾ ചാനൽ കൊടുക്കാൻ എങ്ങനെയിരിക്കും? ഒരു തള്ളയത്തുനിന്ന് ന്യൂസ് കൊടുക്കുമ്പോൾ മറ്റവന്മാര് തന്തയത്തുനിന്ന് ന്യൂസ് കൊടുക്കും. I want dirt. ചന്ദ്രപ്രകാശ് അല്ലെങ്കിലും അവനൊന്നും ഒരു എത്തിക്സും ഇല്ലല്ലോ. നമ്മളൊക്കെ എത്തിക്സ് വിടാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർ ഒരു എന്തായാലും സത്യം മനസ്സിലാക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, സംഭവം സത്യമാണ്, 50% സത്യമാണ്. തൽക്കാലം താൻ ഈ ഷോ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യും. നോ, എനിക്ക് അവന്റെ വീടിന്റെ മുറ്റത്തിട്ട് എന്റെ ഷോ ചെയ്യണം. ഞങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, പ്രൊവോക്കിംഗ്. MT വാസുദേവൻ നായർ, KG ശങ്കരപ്പിള്ള, P ഗോവിന്ദപിള്ള, MP നാരായണപിള്ള, തകഴി ശിവശങ്കരപ്പിള്ള. മനസ്സിലായോ? അതെ, നിങ്ങൾ ഏത് കരയോത്തിന്റെ കാര്യം ഈ പറയുന്നത്?